ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലും ദൈവശബ്ദം കേൾക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം 1 ദിനവൃത്താന്തം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 18 അധ്യായം 19 വാക്യം. അവളെ മെഹോലാത്യനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. ഇസ്രായേലിലെ 1ാമത്തെ രാജാവായ ശൗലിൻ്റെ മൂത്ത മകളായിരുന്നു മേരബ്. ശൗലിൻ്റെ ഭാര്യ അഹീനോവം ആയിരുന്നു. അഹീനോവം അഹീമാസിൻ്റെ മകൾ ആയിരുന്നു. ശൗലിന് യോനാഥാൻ, ഇശ്വി, മൽക്കീശൂവ എന്ന പുത്രന്മാരും മേരബ്, മീഖൾ എന്ന 2 പുത്രിമാരും ഉണ്ടായിരുന്നതായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 14-ാം അധ്യായം 49 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ ജനതയെ നിന്ദിക്കുകയും വിറപ്പിക്കുകയും ചെയ്ത ഗോലിയാത്ത് എന്ന മല്ലനെ തോൽപ്പിക്കുന്നവർക്ക് അതിന് പ്രതിഫലം നൽകുമെന്ന് ശൗൽ രാജാവ് വാഗ്ദത്തം ചെയ്തിരുന്നു. ഇവിടെ 3 കാര്യങ്ങളായിരുന്നു ശൗൽ വാഗ്ദത്തം ചെയ്തത്. 1, അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നൻ ആക്കും. 2, തൻ്റെ മകളെ അവന് ഭാര്യയായി കൊടുക്കും. 3-ാമത്തേത്, അവൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കും. എന്നാൽ ശൗൽ തൻ്റെ വാഗ്ദത്തം ഇവിടെ നിവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് തൻ്റെ മകൾ മേരബിനെ ഗോലിയാത്തിനെ ജയിച്ച ദാവീദിന് ഭാര്യയായി നൽകാതെ പകരം മെഹോലാത്യനായ അദ്രിയേലിന് ഭാര്യയായി നൽകുന്നു. മെഹോലാത്യൻ എന്നത് മേരബിൻ്റെ ഭർത്താവായ അദ്രിയേലിന് നൽകിയ ജാതീയ നാമമായിരുന്നു. 1 ശമൂവേൽ 18 അധ്യായം 19 വാക്യത്തിലും 2 ശമൂവേൽ 21 8 വാക്യത്തിലും മെഹോലാത്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആബേൽ മെഹോലയിൽ നിന്നുള്ളവൻ എന്നതാകാം മെഹോലാത്യൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേരബ്, അദ്രിയേൽ ദമ്പതികൾക്ക് 5 പുത്രന്മാർ ഉണ്ടായിരുന്നതായി 2 ശമൂവേൽ 21 അധ്യായം 8 വാക്യത്തിൽ കാണുന്നു. തുടർന്ന് ഗിബയോന്യരെ പ്രീതിപ്പെടുത്തുവാൻ ഇവരുടെ 5 പുത്രന്മാരെയും ദാവീദ് ഗിബയോന്യർക്ക് ഏൽപ്പിച്ചു കൊടുത്തതായി കാണുന്നു. അങ്ങനെ ഗിബയോന്യർ അവരെ തൂക്കിക്കൊല്ലുന്നു. 2 ശമൂവേൽ 22 അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ സംഭവം വായിക്കുവാൻ സാധിക്കും. കൊയ്ത്തുകാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളായ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത്. മേരബിനെ കുറിച്ചുള്ള മറ്റു വസ്തുതകളൊന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഒരു മകളായി, സഹോദരിയായി, കുടുംബിനിയായി, മാതാവായി ശോഭിക്കുവാൻ മേരബിന് സാധിച്ചു. പ്രിയമുള്ളവരെ, നാമും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവപ്രസാദമുള്ളവരായി ജീവിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ സാക്ഷ്യത്തോടെ ജീവിക്കുവാനും ദൈവപ്രസാദമുള്ളവരായി തീരുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.